പോയില്ലേ? ഇല്ല, ഞാനും ഇത്തിരി വൈകി. കണ്ടിട്ട് പോയാ മതി എന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ആ ബൊക്കയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു. പാവം സ്നേഹ കുട്ടി. കുട്ടിയോട് നല്ല സ്നേഹമുണ്ട്. അത് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട്. ആ മുഖം കണ്ടാൽ അറിയാം. ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കർണിയെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അബദ്ധവശാൽ ഞാൻ ആ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു നാവെടുത്തില്ല. എന്റെ നേരെ ചാടിക്കയറി. പിന്നെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ സത്യം പറയാം, അത് സിസ്റ്റർ കരുതുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും. ഒന്നും പറയണ്ട. തെറ്റ് നമ്മുടെ ഭാഗത്താ. എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യണം. എന്നാലേ കുടുംബത്തിനൊരു ഉറപ്പുണ്ടാവൂ. കുട്ടിക്കറിയാവോ, 14 വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല. നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ? ഒരു നല്ല മനുഷ്യൻ. സാറേ, ചായ റെഡി, ചായ റെഡി. ഈ സ്നാപ്സ് നീ വേഗം വർമ്മയ്ക്ക് എത്തിക്കണം. എന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ പോയി ഇതുവരെ വന്ന സകല മെസ്സേജും കളക്ട് ചെയ്യണം. സാറിന് സ്റ്റുഡിയോയിലേക്കുണ്ടോ? ഇല്ലടാ, തീരെ വയ്യ. 1-2 ദിവസം റെസ്റ്റ് എടുക്കുന്നതാ ബുദ്ധി. ശരീരം പെട്ടെന്ന് അനങ്ങണ്ട. ദേഹം അനങ്ങാതെ എങ്ങനെയാ മാമ ഉണ്ടെന്നത്? ഇതൊക്കെ ഒരു സമയദോഷം, അത്രേ ഉള്ളൂ. സമയദോഷം എന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും കാണാതെ പടച്ചോ വയറിനിട്ട് കുത്തുവോ? ഒരു ദൈവാനുഗ്രഹം ആവാനാണ് സാധ്യത. നമുക്ക് അവരെ ഒന്ന് തപ്പണ്ടേ? ആരെ? സാറിന്റെ ആ ഭാര്യയെ. അതൊന്നും ഇനി തപ്പണ്ട. അത് ഡൈവേഴ്സായെന്ന് വിചാരിച്ചാ മതി. ഇതേതാ കത്ത്? അമ്മ എനിക്ക് കവറിൽ എഴുതാറില്ലല്ലോ. മായാ സുരേന്ദ്രൻ. ഇതാരടാ അത്? ഇനി ഹോസ്പിറ്റലിലെ നഴ്സ് സാറിന്റെ സൗന്ദര്യം കണ്ടിട്ട് എഴുതിയ പോലെ ലവ് ലെറ്ററോ മറ്റോ ആണോ? എന്റെ പ്രിയപ്പെട്ട മോളെ, നീ ഈ മുത്തച്ഛനെ മറന്നോടി. വളരെ കാലത്തിന് ശേഷം ഈ മുത്തച്ഛന്റെ പിറന്നാളിന് എന്റെ പൊന്നുമോള് വന്നില്ല. ബോംബെയിൽ ഇത്രയും തിരക്ക് പിടിച്ച ജോലിയാണോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് വാ. നിനക്ക് 1 മാസം കിട്ടുന്ന ശമ്പളം ഇവിടത്തെ തെങ്ങിന് ഒരാഴ്ച ഇടുന്ന വളം വാങ്ങാൻ തികയില്ല. നിനക്കും നിന്റെ 2 തലമുറയ്ക്കും മേലനങ്ങാതെ കഴിയാനുള്ളത് ഇവിടെ ഉണ്ട്. ആഗ്രഹിക്കുന്ന സമയത്ത് മോളൊന്ന് അടുത്ത് കാണാൻ കഴിയാതെ മുത്തച്ഛനിങ്ങനെ ജീവിക്കുന്നതിൽ എന്താ ഒരു അർത്ഥമുള്ളത്? ഈ കത്ത് കിട്ടി ഉടനെ മോള് വരണം. മുത്തച്ഛനും മോളെ കണ്ടേ പറ്റൂ. അതാരാ സാറേ? ആ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു മുത്തച്ഛൻ. വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം. അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് 4 മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോവയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിൽനായുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പം അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലാന്ന് മൂപ്പിൽനാരനല്ലേ പറഞ്ഞേ? അല്ല, അത് മറന്നോ? നിന്റെ പേരെന്താണാ പറഞ്ഞത്? കോയ, കരിപ്പൂര് കോയ. ഞാൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസമൊന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകേന്റെ കണക്ക് പുസ്തകത്തിൽ കാണണം. അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം. ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറയായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. 1-2 കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി? എന്ത് സ്വകാര്യം? എന്തു തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി? അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്തുവാ ഇത്? എന്റെ പൊന്നച്ഛൻ വിശ്വസിക്കല്ലേ? എന്റെ പൊന്നച്ഛ, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. എന്താ ഇത്? എല്ലാരും കൂടെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവൻ എങ്ങനെയാ പറയുന്നത്?
ഇവരെക്കാൾ 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ എന്നോടും തങ്ങളോട് വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓടി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി അവസാനം ജനിച്ചാലും ശരി അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പൊക്കണം, അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്, അല്ലേടി? അതെ. ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാണ് അത് എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതിയെന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചേട്ടൻ പറയുന്ന കളവാണച്ചാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാൽ ഞാനാ. ആ നാമജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കൊച്ചേട്ടൻ ഞാൻ ഇത് കേട്ടില്ലേ അച്ഛാ? അമ്മയെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്ണിയെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്ക് നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറുകയിൽ തൊട്ടമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നോക്കിക്കോളൂ എന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മലർന്ന് കിടന്ന് ശ്വാസം വലിക്കുന്ന അമ്മ എങ്ങനെ കാല് പിടിച്ച് നിൽക്കണ വാസുണ്ണിയുടെ നെറുകയിൽ തൊടുന്നത്? കൈക്ക് ഇത്ര നീളുണ്ടാവും. എന്റെ അമ്മ ആരോ കിങ്കോങ്ങ. മരം കൊടു. മതി, നിർത്ത്. ആരെ ബോധിപ്പിക്കാനാ നിങ്ങൾ ഇങ്ങനെ തമ്പി തല്ലുന്നത്? എന്നെ ബോധിപ്പിക്കാനോ? ഒന്നായിട്ട് കട്ടുമുടിക്കാതിരിക്കാനാ എല്ലാം ഒരു കള്ളനെ ഏൽപ്പിക്കാതെ പല കള്ളന്മാരെ ഏൽപ്പിച്ചത്. അങ്ങനൊരു ബുദ്ധി എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ കള്ളനായതുകൊണ്ടാ. നിന്റെയൊക്കെ ഭാഷ പറഞ്ഞാൽ തനി തന്തക്കള്ളൻ. എല്ലാരും കൂടെ ഒരു ചട്ടിയിൽ നിന്ന് വാരി തിന്നുമ്പോ അതിന്റെ മൂട്ടിൽ ഒരു ഓട്ട ഇട്ടിട്ട് അതിൽ നൂറ്റാൻ നോക്കരുത്. നിന്റെ അതിബുദ്ധി ഇവിടെ നടക്കില്ല നാരായണൻകുട്ടി. എന്നെ എങ്ങനെയെങ്കിലും പാര വെച്ച് കള്ളനാക്കാനല്ലേ ഏട്ടനും പെങ്ങളും നോക്കുന്നത്? ഒന്നില്ലെങ്കിലും എന്റെ കൂടപ്പറപ്പല്ലേ? ഈ അളിയനെ കൊന്നിട്ടായാലും ശരി, വേണ്ടി വന്നാൽ ഞാൻ ഇതെല്ലാം കലക്കും. കോയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വാടക അച്ഛന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടാളെന്താ പറഞ്ഞേ? അതെടുത്ത് സ്വന്തം കയ്യിൽ നിന്ന് കണക്കിലിട്ടോളാൻ ഞാനിട്ടു. അത് ഇത്തിരി ശബ്ദത്തിലായിപ്പോയി. അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ. ആ, നിങ്ങൾ എവിടേക്ക് പോണേ? ചിരിച്ചോ? എന്നെ ഇട്ട് എല്ലാരും കൂടെ പന്ത് തട്ടുന്നത് കണ്ട് ഇതിനകത്തിരുന്നു മോള് ചിരിച്ചോ? പിറന്നാളിനോ കണ്ടില്ല, അയച്ച 2 കത്തിന് മറുപടിയില്ല. ഇവരെ പോലെ മോളും എന്നെ മറന്നു. കണ്ടോ എന്റെ കണ്ണന്റെ ഉണങ്ങി പൊടിഞ്ഞ ചോര ഉണ്ടോ? ഇത് ചുരണ്ടെടുത്ത സ്ഥാനത്ത് എന്റെ ചോര വീഴേണ്ടതായിരുന്നു. അത് വീണില്ല. വീണിരുന്നെങ്കിൽ ആർക്കും ഒരു നഷ്ടമില്ല. കണ്ണനറിയോ, ഈ മായയ്ക്ക് ആരുമില്ല. ആരും. അത് പച്ചക്കള്ളം. അപ്പൊ മുത്തച്ഛനോ? ഹലോ, മുത്തച്ഛന്റെ മായമോളെന്താ എന്നെ തിരഞ്ഞിങ്ങനെ ഓടിക്കളിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ഇതിനകത്തൊരു ഭൂതം ആവാഹിച്ചു വെച്ചതായിരുന്നു. മനസ്സറിഞ്ഞൊരു പെൺകുട്ടി വിളിച്ചപ്പോ ഭൂതം എന്നെ തുറന്നു വിട്ടു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞാൻ വന്ന് കയറിയത് മായയ്ക്ക് ബുദ്ധിമുട്ടായില്ലേ? കാണാൻ ആഗ്രഹിച്ച ഒരാള് നേരിട്ട് വന്നാല് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അയാളെങ്ങനെ എനിക്കൊരു മുത്തശ്ശനുള്ള കാര്യം അറിഞ്ഞത്? എന്റെ വയറ്റത്തിട്ട് കുത്തിയവരെ പോലെ തന്നെ എന്നെ രക്ഷിച്ച ആൾക്കും തീരെ മര്യാദയില്ല. സ്നേഹം തോന്നിയാ അത് നേരിട്ടു എന്ന് പറയാതെ കയ്യിൽ കിട്ടിയ ബ്രീഫ് കേസ് കുത്തിപ്പൊളിച്ച് അതിനകത്തിരുന്ന ജാതകം തെരഞ്ഞത് തീരെ ശരിയായില്ല. ദാ ഇത് അതിനകത്ത് കിട്ടിയതാ. മനഃപൂർവ്വം വെച്ചതാണെങ്കിലും അറിയാതെ സംഭവിച്ചതാണെങ്കിലും ഞാനിതൊന്ന് വായിച്ചു. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു വിചാരിച്ചിരുന്നപ്പോഴാ ഇതിനകത്ത് മുത്തച്ഛൻ എന്നെ സഹായിച്ചത്. മംഗലം തറവാട്ടിൽ ഏറ്റവും സുഖം നിറഞ്ഞ ജീവിതം വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബോംബെയിലെ കാറ്റുകൊണ്ട് കറക്കേണ്ട ആവശ്യമില്ല എന്ന് മുത്തച്ഛൻ എഴുതിയിരുന്ന നേരാ. നാട്ടിലേക്ക് പോകുന്നത് കൊള്ളാം, പക്ഷേ
അതിനു മുമ്പ് എന്റെ ഒപ്പം ഒരു സ്ഥലം വരെ വന്നേ പറ്റൂ. എവിടേക്ക്? വേഷം പാന്റ് ഷർട്ട് ആണെന്നേ ഉള്ളൂ. പക്ഷേ ഞാനൊരു ആണാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഡോക്ടർ കുൽക്കർണി ഒന്ന് കാണണമെന്ന് അന്നമ്മ സിസ്റ്റർ പറഞ്ഞില്ലേ? അത് മറന്നോ?